ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളെ അസീഖാൻ്റെ പ്രോപ്പർട്ടിയിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടയർഡാണ്. ബാംഗ്ലൂരായിരുന്നു ഒരു 5-6 ദിവസം. അപ്പോൾ വണ്ടീൻ്റെ ചെറിയൊരു ആവശ്യങ്ങളും കാരണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ബാംഗ്ലൂരായിരുന്നു ഒരു 5-6 ദിവസം. അങ്ങനെ തിരിച്ചു വന്ന് ഇന്നലെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗൊക്കെ ലേറ്റായി പോയത്. കാരണം 5 ദിവസം കഴിഞ്ഞല്ലോ ഒരു വ്ളോഗ് ചെയ്യാൻ. കാരണം 5 ദിവസം ഞാൻ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളെ കോറിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വ്ളോഗൊന്നും കാര്യങ്ങളൊന്നും വരാൻ. പിന്നെ ഇന്ന് നമ്മളെ കൂടെ അസിക്ക വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഇന്നുണ്ട് നമ്മളെ പരിപാടിയിൽ. മൂപ്പര് ഈവനിങ് ആകുമ്പോൾ തിരിച്ചിറങ്ങും കേട്ടോ. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് പ്രവീൺ ഇന്ന് മിസ്സിംഗ് ആണ്. പ്രവീൺ അതേപോലെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ പ്രവീൺ ഇന്നലെ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട്. അവൻ്റെ വർക്ക് ഇനി ഒരാഴ്ചത്തെ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്ത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചിറങ്ങും. പിന്നെ നമ്മൾ പോകുന്നത് സ്വർഗ്ഗക്കുന്ന് കടയിൽ. പിന്നെ അവിടെ പോയി തിരിച്ച് വന്നിട്ട് മാത്രമേ ഇവിടുത്തെ വർക്കുകൾ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുള്ളൂ. നമ്മൾ സ്വർഗ്ഗക്കുന്ന് എന്തായാലും പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എത്ര ഡേഞ്ചർ ആണെങ്കിലും സ്വർഗ്ഗക്കുന്നിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാക്കി നമ്മൾ വർക്കൊക്കെ തുടങ്ങട്ടെ. കുറച്ച് കണ്ടോ ഇതിൻ്റെ മരത്തിൻ്റെ കുറച്ച് ഇതുണ്ട്, പഴയ മച്ച് പൊളിച്ചതിൻ്റെ ഇതൊക്കെ കൊണ്ടുപോയി നമ്മൾ മുകളിലൊക്കെ നിട്ട് തൽക്കാലത്തിന് നമ്മൾ സൈഡ് കെട്ടാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇത് ലെവലാക്കി താഴത്തേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടർ വേണം. കട്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊന്ന് നിരത്തിയിട്ടിട്ട് നമ്മൾ ആ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടി ഭദ്രാക്കി മുകളിൽ മേൽക്കൂര ഷീറ്റുണ്ട് ഇവിടെ. അപ്പോൾ ആ ഷീറ്റ് എങ്ങനെ വലിച്ച് കെട്ടാമെന്നൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങും, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ. അപ്പോൾ അങ്ങനെ പണിൻ്റെ കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. പലകയും മച്ച് പൊളിച്ച കുറേ പലകുണ്ട്. അതൊക്കെ നമ്മൾ നിലത്ത് വിരിച്ചിടാൻ കേട്ടോ. റമീസ് സനു ഞാൻ അതേ ഉള്ളൂന്ന്. ഇതുണ്ട് മാങ്ങകളൊക്കെ ഏകദേശം തീർന്നു കൊടുക്കുന്നു കേട്ടോ. നല്ല മഴ ആയതുകൊണ്ടേ ഇപ്പോൾ കുറേ ദിവസം നല്ല മഴയേനി. ഞാൻ അവിടെ നാട്ടിലില്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ പോരാതെ നമ്മളിവിടെ തൊട്ട് അപ്പുറം ഈ ഒരു മലൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ ഒരാൾക്ക് ഇടിമിന്നലടിച്ച് മരിച്ചു കേട്ടോ, കൂമ്പാറ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. ഇടിമിന്നലുണ്ടാകുമ്പോഴൊക്കെ എസ്കേപ്പായി. മഴ കണ്ടങ്ങൾ സെറ്റല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് റെഡിയായി. ഫെൻസിങ് വർക്കിംഗ് കേട്ടോ. ഫെൻസിങ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി വന്ന് ഫെൻസിങ്ങുമ്പോൾ കളിച്ചവൾക്കൊക്കെ വിവരം അറിയാം. ഇല്ല ഇതൊക്കെ ഓഫാക്കിയില്ലേ? കറണ്ടല്ല ഇപ്പം നമ്മൾ കയറി ഓഫാക്കി. ആനതാ ഇതുണ്ട് നിങ്ങൾ, ആൻ്റെ കാലം ഉണ്ടോ? ഇപ്പോൾ ആശാന ഇറങ്ങിയത് അതിൻ്റെ ഇടയിൽ, ഈ ഫെൻസിങ് ഓണാണ് അതിൻ്റെ ഇടയിൽ. പിന്നെ ആ വീടിൻ്റെ മുന്നിലൊക്കെ ആന പൊളിച്ചിട്ടാണ്. അതൊക്കെ കാണിച്ചു തരാൻ വിട്ടുപോയി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാട് കിട്ടുന്നുണ്ടോ? ടൂൾസും സാധനങ്ങൾ ബേസ് അടിക്കാനുള്ള പലകയിൽ എത്തി. നമുക്കിതൊരു ഏർമാടത്തിലേക്ക് മാറി തുടങ്ങും. ഇതാ പോണു രണ്ടാമത്തെ ട്രിപ്പ് മരങ്ങളുമായിട്ട്. സനു റമീസ് ബാക്കിൽ ഞാനും ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ജാക്കടൊന്ന് മാറ്റുന്നുണ്ട്, ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ക്ഷീണമുണ്ട്, ഭയങ്കര ടയർഡാണ്, എന്താ അറിയില്ല. ഏതായാലും പണി തുടങ്ങാം നമ്മൾ. ഓക്കെ, നല്ല ടയർഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് വൈകുന്നേരം ഞാൻ താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. എനിക്ക് കഴിയില്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. എന്താ കാട്ടിലെ എന്താ തണുത്ത കാറ്റിനെ വീശിട്ട് എവിടെ ഈ കയറി കൊത്തിരിക്കണേ. എപ്പോഴെപ്പോഴും ഭൂമിയിൽ ഉണ്ടാവില്ല, ആഘോഷത്ത് മാത്രം. ഭയങ്കര രസമാണ്. ഇവിടുന്ന് നാട്ടിലിറങ്ങിയാൽ ഭയങ്കര പ്രഷറാട്ടപ്പം, ഭയങ്കര പ്രഷറാണ് നാട്ടിലെത്തിയാൽ. താങ്ങണില്ല, കയ്യുള്ള. കാരണം നമ്മൾ ഈ കാട്ടിൽ ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗവൺമെൻറ്റൊക്കെ ആദിവാസികൾക്കൊക്കെ ഭൂമി പതിച്ച് നാട്ടിലേക്കൊക്കെ നൽകിയിട്ട് ജോലി വരാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്താണ് അതിൻ്റെ കാര്യമായിട്ട്. നല്ല സമാധാനമല്ലേ? കാരണം കാട്ടിൽ ജീവിച്ച ഒരാൾക്ക് ഒരിക്കലും നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഭയങ്കര ഫീലാണ്. കാരണം ഇപ്രാവശ്യമൊക്കെ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പ്രഷറാണ്, ഭയങ്കര പ്രഷർ. എല്ലാവരോടും ദേഷ്യം, വാശി,
ഒരു സൗണ്ട്, ഒരു ബൈക്കിന്റെ ഒക്കെ ബുള്ളറ്റിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടല്ലോ, ഇത് ഈ പൊട്ടിച്ചെടുക്കുന്ന ചില കുണ്ടന്മാരുണ്ടല്ലോ ചെക്കന്മാര്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കോണ്ടിനെന്റൽ ജിടിയും ഇന്റർസെപ്റ്ററും ഒക്കെ പല പരിപാടികളും നമ്മളൊക്കെ ചെയ്തതാണ്. RS ആയാലും എല്ലാം ഒക്കെ നമ്മളൊക്കെ പൊട്ടിച്ച് നടന്നതിന്. പക്ഷെ നമുക്ക് അന്ന് ഈ ഫീല് കിട്ടിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ പോണ സമയത്തൊക്കെ ഇങ്ങനത്തെ സൗണ്ടൊക്കെ RS എന്നൊക്കെ പറഞ്ഞ് പോയാൽ നമുക്കിങ്ങനെ ഈറങ്ങനെ വരും. സത്യം അത് ഈ മലയിൽ നിന്ന് ഇങ്ങോട്ടാണ്ട് ഇറങ്ങിയിട്ടാണ്. ഇവിടെ ആകെയുള്ള കുറച്ച് മൃഗങ്ങളും പക്ഷികളും ജീവിയുടെ സൗണ്ട് നല്ല രസമല്ലേ? സൗണ്ടില്ല, കുറച്ച് ആദിവാസികളും നമ്മളും മാത്രം. എന്തൊരു സുഖ സ്വർഗത്തിൽ പോയത്. എനിക്ക് എപ്പോഴും ഞാൻ നിങ്ങളോട് സത്യം പറയാലോ, നിങ്ങൾ എന്നോട് ഇതേപോലെ സ്വർഗത്തിലും പറയല്ലേ, ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോകാൻ തന്നെ ആഗ്രഹം. ഭയങ്കര വിഷമമുണ്ട്. ആ വിഷമങ്ങളെ മൊത്തമൊക്കെ കാണാനുണ്ട്. രണ്ടട്ടം പോയി, ഞാൻ ഒറ്റട്ടം എത്രയായി കയറിയിട്ട് കുറേ ആയി. എനിക്ക് ഭയങ്കര ഫീലാ. ഞാനിങ്ങനെ ആലോചിക്കും കിടന്നിട്ട് സ്വർഗത്തിൽ എന്തുകൊണ്ട് പോകാൻ പറ്റണില്ല. നിങ്ങൾക്ക് അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വെള്ളരിമലയാണ്. എപ്പോഴും ശക്തമായിട്ടുള്ള കുത്തൊഴുക്കോട് കൂടിയുള്ള വെള്ളങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. നമ്മളൊക്കെ ഒരു ദിവസത്തെ ട്രക്കിങ്ങിന് പോലും അങ്ങോട്ട് മര്യാദക്ക് കയറാൻ പേടിച്ചിരിക്കല മഴക്കാലത്ത്. ഇപ്പൊ തന്നെ തുരങ്കപാതന്റെ അവിടെ ഏതൊരു പാലൊലിച്ചു ന്യൂസ്. തുരങ്കപാതന്റെ അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ പള്ളിന്റെ അവിടെ അല്ലേ പാലം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അടിയിൽ കൂടെ റോഡ് ഇട്ടീനല്ലോ, ആ പാലൊക്കെ റിങ്ങൊക്കെ ചെറിയ വെള്ളത്തിന് ഇത്ര ഒന്ന് ആലോചിച്ച് നോക്കുക. ആകെ 4 ദിവസം കൂടി മര്യാദക്ക് മഴ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് പോവാൻ നല്ല ആഗ്രഹമുണ്ട്. അതിനനുസരിച്ചുള്ള ഭയമുണ്ട്. ഭയങ്കര പേടിയുണ്ട്. കാടാണ്, മഴക്കാലാണ്, എക്സ്ട്രീം ലെവൽ നമ്മൾ കാണും പേടിച്ചിട്ട്. കാട് മഴക്കാലത്ത് നിങ്ങൾ ആ കാട് കണ്ടിട്ടില്ല. അപ്പോൾ കാട് കാണാത്തോണ്ട് വീഡിയോയിൽ കിട്ടുന്നതിന് പരിധിയുണ്ട്. പക്ഷേ ഞങ്ങൾ ധൈര്യം സംഭരിച്ചിട്ട് പോകുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ കയറും. കേരളം തിങ്കളാഴ്ച കയറാണ്. അപ്പൊ ഇതൊന്നും തീരുമാനാക്കട്ടെ. ഇതിങ്ങനെ ഓരോന്ന് കെട്ടി കൊല്ലങ്ങളായിട്ട് നിൽക്കണം, എന്നാലേ എല്ലാത്തിനും പിടിച്ച് കെട്ടിയാട്ടില്ല കയറിട്ടിട്ട്. നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ നമുക്ക് മനസ്സിലായി. നിങ്ങളതും ഞങ്ങളതും ഒക്കെ ഒരേപോലെയാണ്. നിങ്ങൾക്ക് 10% ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ ബാക്കി 90 അതെ. വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. പറയുമ്പോഴും വിഷമമുണ്ട്. ഇവിടെ വരും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴും സന്തോഷം, ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. നോർമൽ ഒരു ഹാപ്പിയാണ്. നാട്ടിൽ നിന്ന് കയറിയതിൻ്റെ കാടൊക്കെ തന്നെയാണ്, കാടാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആന ഇറങ്ങുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഫീൽ കിട്ടുന്നില്ല. സ്വർഗത്തിന്റെ ഫീൽ കിട്ടുന്നില്ല. കാടൊക്കെ തന്നെയാണ്, എല്ലാം ശരിയാണ്. വെറുതെ ആണോ അതിന് സ്വർഗം സ്വർഗം എന്ന് പറയുന്നത്? തന്നെയാണ് അതിന്റെ ഫീല് വേറെയാണ്. ഒന്നും പറയാല്ല. പിന്നെ നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ സ്വർഗക്കുന്നിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ പണ്ടേ ഉണ്ടായിരുന്ന നമ്മളൊരു ഫ്രണ്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. നവാസിനാണ്. അപ്പോൾ ദുബായിൽ നിന്ന് വന്നാണ്. കുറേ കാലമായി ഇങ്ങനെ മിസ് ചെയ്യുന്നതാണ് വിളിക്കുന്നത്. നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടേ. ആശാൻ തന്നെ ഇന്നലെ നമ്മൾ കണ്ടപ്പോൾ ഒക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ സ്വർഗക്കുന്നിൽ നമ്മളെന്നെ കയറാൻ പേടിച്ച്, നടന്ന് കയറാൻ പേടിച്ച സ്ഥലമാണ്. പക്ഷെ നിങ്ങളവിടെ സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് ഉറപ്പുള്ള പോലെ തോന്നില്ലേ? അതാണ് ഞങ്ങൾ പോയിട്ടേ പൊറോട്ട ഉണ്ട്, കഴിക്കട്ടെ. സമയം ഒരുപാട് വൈകി. ഭയങ്കര ഒരു ഡെസ്പാണ് ഇപ്പോൾ കുറച്ചായിട്ട്. സ്വർഗക്കൊന്ന് പോകാൻ കഴിയാത്തതിൻ്റെ ഡെസ്പ് നല്ലോണ്ട്. മഴ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മഴ പെയ്തു പോയി. സാധാരണ മെയ്യിൽ അല്ലേ, ജൂണിൽ പെയ്യുന്ന മഴയാണ് ഇപ്പം മെയ്യിൽ നല്ല ശക്തമായ ഇടിമിന്നലും കാറ്റുമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ക്ലൈമറ്റ്. അത് 2:30 മണിയായിട്ടുള്ളൂ. ക്ലൈമറ്റ് ഉണ്ടോ? ചട്ടിക്കാലിൻ്റെ വലിപ്പം പെരുമ്പൽപ്പാ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കാം. കണ്ടത്തിൻ്റെ വലിപ്പം കണ്ടോ? അവനെ കോൽക്കിണർ കുത്താൻ വിളിച്ച പറഞ്ഞാൽ ഇപ്പോൾ വരുന്നവർക്ക് ജീപ്പിലൊക്കെ വന്ന് കുന്തിരി വിൽക്കുന്നവർക്കൊക്കെ നല്ല കിട്ടുമല്ലേ. മായൊക്കെ മഴ ചെയ്തിട്ട് ആകെ നശിച്ചു. വലിപ്പം വെച്ച് ഒരുമാതിരി വെള്ളം കുടിച്ചു. അതാ അത് താത്തി ഞാവൽ കാട്ടുഞാവലാണ്. അല്ലേ എല്ലായിടത്തും ഞാവലായിരുന്നു. പക്ഷേ അതിന് ഇപ്രാവശ്യം ഇല്ല. സോളാർ വലിയ സോളാറല്ലേ വെച്ച്. എനിക്കിതിൻ്റെ ഹൈലൈറ്റ് തോന്നി ഈ ഷെഡാണ്. ഭയങ്കര ഇഷ്ടമായത് അല്ലേ? ഭയങ്കര ഭംഗിയില്ലേ ഷെഡ് കാണാൻ. ഭയങ്കര ഭംഗി. ആന 2 ദിവസം മുമ്പ് ഇവിടെയൊക്കെ വന്ന് ആകെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയും ചക്കക്കൊക്കെ വേണ്ടിയിട്ട്. അന്ന് ഫെൻസിങ് ഓണായില്ലേ 4 ദിവസം മുമ്പ്. പകൽ ഫെൻസിങ് ഇപ്പം വർക്ക് ചെയ്യും. സോളാർമലായതുകൊണ്ടേ മഴയുടെ സമയത്തൊന്നും വർക്ക് ചെയ്യില്ല. അതാണ്. ആന ഒന്ന് കാണിച്ചിട്ട് നമുക്ക്
വീടിൻ്റെ മുറ്റത്ത് ഇതൊക്കെ ഇടിച്ചിന്, മതിൽ ഫുള്ളിടിച്ച്. കണ്ടോ ഇതുണ്ടോ, ഇടിച്ചതാ, കാലിടിഞ്ഞു പോയതാ. ഉണ്ടോ ഇനിയിറങ്ങിയ ചക്കക്ക് കണ്ടോ, അങ്ങനെ മറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതികൾ. അപ്പോൾ ഒന്ന് ഭക്ഷണം എന്താ കഴിക്കട്ടെ കേട്ടോ, വിശക്കുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങണം. നല്ല പൊറാട്ടയും കറി ഉണ്ടായിനി, ഒക്കെ കഴിച്ചിട്ടോ. എന്തോ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, എന്താണെന്നുള്ള അറിയില്ല. ഭയങ്കര ക്ഷീണം. സാധനവും റമീസും ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ഏറുമാടത്തിൻ്റെ എന്താ അടിഭാഗം ഇട്ട് കൊടുക്കണം കേട്ടോ. ഉണ്ടല്ലേ, സെറ്റല്ലേ? ഫുള്ള് നിരത്തിയിട്ടിട്ട് വേണം നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. എന്താ വൈബ്, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കണേ നമ്മളൊക്കെ. കാണാം, മോളിന്ന് ഇറങ്ങാം, താഴത്തുനിന്നല്ല പൊട്ടിലായിരിക്കും. അടിപൊളി അല്ലേ? അയ്യോ തണുപ്പ്, നല്ല തണുപ്പ്. ഊട്ടി ചെന്ന കോടയെ പോതിച്ചടാ. ഓരോ കുറവും കൂടെ ഉണ്ട്. കോട്ടമഞ്ഞിൽ പണിന്റെ ഇടയിൽ ഇടവേളകൾ ആനന്ദകരമാക്കാൻ കോട കോട മൂടി. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ക്ലൈമറ്റ് മാറി മക്കളെ, വൈകുന്നേരം ആയ അവിടെ ഫുൾ കോട. അടിപൊളിയല്ലേ? എന്താ ക്ലൈമറ്റ് ഒക്കെയാണ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ലൈമറ്റ് പൊളിയല്ലേ അല്ലേ? മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല, ക്ലൈമറ്റ് ഇതാണ് അവസ്ഥ. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൂളൊക്കെ ഇവിടെ ഉണ്ടാവും. ചേക്ക എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഏതാ ക്ലൈമറ്റ്? സെറ്റാടാ. ഒക്കെ അമ്മ ശരിയാക്കാ റമീസേ. ബാക്കിയുള്ള ഇതും കൂടി കയറ്റിട്ടേ ലെവലിന് അവിടെ കൊണ്ടുപോവാ താൽക്കാരെ.
ഇവിടെ വെട്ടാണ്ട്, ഇവിടെ ചെത്താണ്ട്. നമുക്ക് അമ്മ ചെത്താം. ആ ചെത്തണം. ആ ഇല്ല, നിക്ക് നമ്മൾ കെട്ടിയില്ലല്ലോ. ചേക്ക തെറ്റല്ലേ? കണ്ട് കിടന്നാലുണ്ടല്ലോ. ഒന്നും അടിച്ചില്ല മക്കളെ. അങ്ങനെ ഏർമാടത്തിന്റെ പകുതി പണി കഴിഞ്ഞു മക്കളെ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഈ കോടയിൽ മേപ്പെട്ടൊക്കെ ഇങ്ങനെ കിടക്കണം. മരം നോക്കി കിടക്കണം. മരത്തിന്റെ മുകളിലെത്തി നമ്മള്. മരത്തിന് മുകളിലെത്തി. ഇനി ഒരു 6 മീറ്റർ, ഒരു 6 മീറ്റർ. എന്താ സുഖം ഇവിടെ കിടക്കാന്. ഈ പലകായിട്ടേ നല്ല തണുപ്പും റെഡിയാ. ഫാനും അടിയിലുണ്ട്. ഫുൾ കോട. ഇത് സ്വർഗം മാമാ, സ്വർഗം. ഏതാ കോട, എന്താ ക്ലൈമറ്റ്. ഏർമാടം പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചെറുതോ നോക്കിയ മക്കളെ, എല്ലാരും കിടന്ന് ആസ്വദിക്കാണ്ടല്ലേ. ഏതാ മൂട് കൊടക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. തെറ്റല്ലേ? ഇവിടെ കിടന്നുറങ്ങണം എന്നാണ് ആഗ്രഹം. എന്താണ് അവസാനം എന്നുള്ള അറിയില്ല. നമുക്ക് എന്താ പറയുക, സൈഡിൽ ഇതൊക്കെ കെട്ടണം. അപ്പോൾ അതിനുള്ള ടൈം ഉണ്ടാവില്ല. അതാ നോക്കട്ടെ. അതാണ് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അത് കെട്ടിയിട്ട് ഇവിടെ തന്നെ കിടക്കും. ഏത് അതാണല്ലോ അല്ലേ അഡ്വഞ്ചർ. കണ്ടോ? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇപ്പം സെറ്റല്ലേ? പ്രൈം നോക്കി റെഡി ലെവലിൽ പോയാണ്ട് നിങ്ങൾ. ഇത് കറക്റ്റാ. ആകെ നമുക്ക് എന്തെങ്കിലും കാട്ടാം. ഇത് ഇപ്പടിയും കൂടിയാണ് നിരന്നാണ്ടല്ലോ. എന്ത് രസമുണ്ടോ പറയോ. സെറ്റാണ്. അല്ലേ? അടിപൊളി. എത്ര വലിപ്പല്ലേ ഏർമാടം? വലിയ ഏർമാടാ. ഇങ്ങനെ കിടക്കണേ 1, 2, 3, 4 അങ്ങനെ ആൾക്കാർക്ക് കിടക്കാം 10 ആക്കി. അല്ല ഞാൻ പറഞ്ഞ ചെമ്പരത്തി ഒക്കെ പാടെ പോയോ? പോയില്ലേ? മോനെ ഈ കൊമ്പ് താഴെയുള്ള കൊമ്പ് അതിന്റെ വെയിറ്റ് അതിന് ഇവിടെയൊക്കെ മുട്ട കൊടുക്കൂലേ? മുട്ട കൊടുക്കും. ഇവിടെ ഒരു മുട്ട തരും, അവിടെ ഒരു മുട്ട തരും, ഇവിടെ ഒരു മുട്ട തരും. പിന്നെ മുട്ടൊന്നും ഉണ്ടാവില്ല. ഈ പീസില്ലെങ്കിൽ ഇപ്പോൾ പൈപ്പ് കൊണ്ടുവന്നാ പോലെ. പൈപ്പ് അവിടെ വലിയൊരു ജി പൈപ്പില്ലേ? പൈപ്പാണെങ്കിൽ ഫുള്ള് പൈപ്പ് വേണം. മരാണെങ്കിൽ ഫുള്ള് മരം. അല്ല അതിന്റെ ഭംഗി. മോളാണെങ്കിൽ ഫുള്ള് മരം. അവിടെ കുറച്ച് ഭംഗിക്കുണ്ടാവും. എക്സ്ട്രാ പല കണ്ടോ? എവിടെ? ആ അവിടെ ഒരു എക്സ്ട്രാ പല കണ്ട്. ഇവിടെ കാണിയടിക്കണ്ട്. അസിയാക്ക് ഇന്ന് പോവാട്ടോ. അസിയാക്ക് ഇന്ന് വേറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. വീട്ടിൽ ആരുമില്ല, വൈഫ് ഒറ്റക്കാണ്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു അസിയാക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പണി തൽക്കാലത്തിന് അവസാനിപ്പിച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണം. 5-6 മണിയായിട്ടുണ്ട്. അപ്പം ഒന്ന് പോയി കുളിക്കണം. കുളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. ഒരു പടം കണ്ടിട്ട് കിടന്നിറങ്ങണം. യെസ്, ഓഫ് കോഴ്സ് അങ്ങനെ ആക്കാം. അപ്പോൾ ആദ്യം വീട്ടിലേക്ക് കോൾ ചെയ്യാം. എന്തെങ്കിലും ഒരു തുള്ളി റേഞ്ച് ഉണ്ടോ നോക്കിയാൽ നമുക്ക് അല്ലേ. ഇതാണ് അതിൻ്റെ സെറ്റ്. ഏർമാടം എങ്ങനെ ഉണ്ട്? പൊളിയല്ലേ? നിങ്ങളെന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മളെന്നെ വിചാരിച്ചില്ല എങ്ങനെ ആവുന്നുള്ളത്. ഈ ഒരു ലെവലിലേക്ക് ഉണ്ടോ? മാക്സിമം ഉറപ്പുണ്ട് കേട്ടോ. എല്ലാ ഭാഗം ക്ലിയറാണ്. രണ്ട് സെറ്റല്ലേ? കഷ്ടം. റസിക്കപ്പ് പോകണം. നമുക്ക് ഇതേപോലെ ഫോൺ ചെയ്യണം, കുളിക്കണം, ഫുഡ് ഉണ്ടാക്കണം. ഒരുപാട് പണിയുണ്ട്. ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. പ്രവീൺ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ അസിയാക്കും പോവാണ്. അസിയാക്ക അപ്പം നമ്മളെ സിസ്ക പോവാണ്. നമ്മളെ നാഥനില്ല കളരിയാ വീണ്ടും. അതെ 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 അതെ. അങ്ങനെ മൂപ്പര് യാത്രയാവണം കേട്ടോ. ഏത്? ആ ശരി.
നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ എന്നാ ബൈ. എനിക്കറിയില്ല, ഇത്തിരി പോകുള്ളൂ. വീട്ടിലേക്ക് കോൾ ചെയ്യാൻ വേണ്ടി വന്നട്ടോ. അങ്ങനെ വീട്ടിലേക്ക് കോളൊക്കെ ചെയ്തുകൊണ്ട് സനു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് പോയിട്ട് വേണം കുളിക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, കുറേ പണികളുണ്ട് കേട്ടോ. തക്കാളി കറി അല്ലേ സനോ? പൊളിക്കും. ഹെവി പരിപാടി എന്താണെന്ന് കണ്ടങ്ങൾ. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായി വന്നിട്ടോ, എല്ലാം ഫ്രഷായി. ഇതാ സനു ഇതാ ഒരു ഭാഗത്ത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. എന്താ ഒരു ഭാഗത്ത് ഇതാ കറിക്കുള്ള അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മളെ ചമ്മന്തിക്കുള്ള സെറ്റപ്പ് ഉണ്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ മുളകുണ്ട്, ജാതിക്കട്ടുള്ള ചമ്മന്തിയാണ്, അതുപോലെ കറിവേപ്പിലുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ അരക്കാൻ തുടങ്ങാം. നമുക്ക് പ്രൊഫഷണലായിട്ട് അമ്മ അരക്കണ ആൾക്കാരൊന്നുമല്ല, എന്നാലും നമ്മളോട് അരക്കണ പോലത്തെ നമ്മളൊക്കെ അരക്കുന്നുണ്ട്. അരച്ച് ചമ്മന്തി ആക്കി അറിയില്ലേ, അതാണ്. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, നമ്മൾ എത്ര മതി, കുറച്ച് പുറത്തു കാലം കുഴപ്പമൊന്നുമില്ല. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ച്. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? സെറ്റ്. ടേസ്റ്റോട്ടെ. എന്തായാലും എത്ര വേണം? സെറ്റല്ലേ? ചമ്മന്തി പൊളിയല്ലേ? ചമ്മന്തി പൊളിയാ. ഞാനും കുക്കായതാ. ഫുഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല തക്കാളി കറി, കൂവൻ്റെ നല്ല ചോറ്, ചമ്മന്തി, ഉണക്കമീൻ, പപ്പടം, അച്ചാറ്. ഇതിന്റെ മുകളിൽ എന്ത് വെക്കാൻ നമുക്ക് കഴിക്കാലെന്നാ കഴിക്കാം. ഉഷാറ്. എങ്ങനെയുണ്ട്? റമീസിനോട് ചോദിച്ചേക്കാം ഫുഡ് എങ്ങനെയുണ്ട്. സെറ്റാ പൊളിയല്ലേ? എന്നാ ഞാൻ കഴിക്കട്ടെ. നമ്മൾ വർക്ക് ആരംഭിച്ചിട്ടോ. ഇന്നലെ രാത്രി അതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ നിർത്തില്ല. മോർണിംഗ് ആയി, വർക്ക് ആരംഭിച്ച് കുറച്ചുകൂടി പലക നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പലകൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് മരങ്ങൾ വേണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മരങ്ങൾ മുറിച്ചിട്ട് സൈഡൊക്കെ കെട്ടാനുള്ള മരങ്ങൾ ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇതുണ്ടോ അജാഗിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ സ്ഥലമുണ്ട് കേട്ടോ. സ്വർഗത്തിലെ മാതിരി. കാട് വെട്ടാൻ നല്ല പ്രശ്നമാണ്. ചില സ്ഥലങ്ങൾ കാട് വെട്ടിയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാ കാടും ഒരുപോലെ ആവും. സ്വർഗത്തിൽ കണ്ടതും ഇതൊക്കെ ഒരുപോലെ ആവും കാട് വെട്ടിയില്ലെങ്കിൽ. എന്തോ എങ്ങനെയുണ്ട്? വലിയ മരങ്ങളാണ് ഇതൊക്കെ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ. അടിപൊളിയാണ്. ഇത് ചെറിയ എന്തോ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ അസിയാക്ക വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. തന്നെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല വൈകുന്നേരത്തെ ക്ലൈമറ്റ് അടിപൊളി. വൈകുന്നേരം ആകുമ്പോൾ ക്ലൈമറ്റ് മാറും. ഇവിടെ കോടൊക്കെ മൂടി. നല്ല ബീഫും പൊറാട്ടയും. അതെ, നമ്മൾ ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നു. ബീഫും നല്ല പൊറാട്ടയും അസിയാക്കി. അസിയാക്കി രാവിലെ അരീക്കോട് ജോളി അരീക്കോട് ജോലിന്ന് വാങ്ങി നല്ല നല്ല പൊറാട്ടയും. അരീക്കോട് ഹോട്ടലില്ലേ അവിടെ ഞാൻ പറഞ്ഞു നല്ല മട്ടന്റെ ചാപ്സ് ഇട്ടു. രാവിലെ നല്ല മട്ടൻ ചാപ്സും പൊറാട്ടയും കഴിക്കാൻ പോകണം കേട്ടോ അവിടെ എല്ലാരും. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നു. നിർമ്മാണത്തിന് പണി ഏകദേശം നമുക്ക് മട്ടനും പൊറാട്ടയും കൊണ്ടുവരാം.
ഞാനായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. റമീസതാ സാധനം ഞാനിതാ ഒരു പ്ലേറ്റിൽ ചേക്കതാ പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടോ ഫുഡടി സെറ്റല്ലേ? ഉദ്ഘാടനം കഴിച്ചു. ജോസപ്പേ ഇതാണ് പരിപാടികൾ. ഓർത്തെന്താണ് ഗെയിം കളിക്കുക. ശ്രീകൃഷ്ണ ഇരിക്കുന്നത്. അസിയാക്കി ഉണ്ട് അവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ താഴെക്കിടുമ്പോൾ നോക്കേ ആരെങ്കിലും അന്തം ഉണ്ടാവും. ഇവിടെ നോട്ടെ ആന വരുമ്പോ ഇപ്പൊ താഴത്തോട് എന്താ കാറ്റ്. ഉറങ്ങിപ്പോവും. പോകാൻ തോന്നില്ല കേട്ടോ. ഏർമാടൊക്കെ ആയപ്പോൾ നമുക്ക് ഏർമാടത്ത് കിടന്നാണല്ലോ ശീലം. ഏർമാടത്ത് കിടന്നാൽ പിന്നെ പോകാൻ തോന്നില്ല. എങ്ങനെയുണ്ട്? നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും സാധനങ്ങളൊക്കെ സെറ്റാണെങ്കിൽ ഇപ്പം നമുക്ക് സ്വർഗ്ഗക്കുന്നിലും ഇതിനേക്കാളും നല്ല ഏർമാടൊക്കെ ഉണ്ടാക്കാം. ടൈം എടുത്ത് ആക്കും പോലെ നമുക്ക് ഉണ്ടാവും. എങ്ങനെയുണ്ട്? ഇത്രയും വലുപ്പം ഉണ്ടാവും. നമുക്ക് അവിടെ പരിമിതികളുണ്ട്, ഒരുപാട് പരിമിതികൾ. കുറച്ചൊന്നല്ല പരിമിതി, ഒരുപാട് പരിമിതി ഉണ്ട്. അപ്പം അതൊക്കെ കവർ ചെയ്ത് അടിച്ചിട്ട് കൈയൊക്കെ പോയി അതൊക്കെ കവർ ചെയ്ത് നമുക്കവിടെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ അത്രയേ ഉള്ളൂ. കാട്ടിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് സ്വർഗ്ഗക്കുന്നിൽ നമുക്ക് പരിമിതികളുണ്ട്. എല്ലാ സാധനത്തിനും നിർമ്മാണം ഉണ്ടാക്കുന്നതിനും കാര്യത്തിനൊക്കെ പരിമിതിയാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ കൂടെയാണ് നമ്മളെ കോണി ഉദ്ദേശിച്ചത്. കേട്ടോ ഇതിനുള്ളിൽ കൂടെ. അതിനാണ് ആ ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടോ. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങണം എന്തായാലും. കാരണം വൈഫിൻ്റെ കസിൻ്റെ കല്യാണമാണ്. എന്തായാലും അതിൻ്റെ മുമ്പ് നാട്ടിലേക്ക് എത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കാട്ടിയിട്ട് പോട്ടെ. 4 മണിയായി. ഓക്കെ, അപ്പോൾ പോയി കുറച്ച് കഞ്ഞി ഉണ്ടാക്കി അതൊന്ന് കുടിക്കട്ടെ. ഓക്കെ എന്നാൽ ഇതിങ്ങനെ കറക്റ്റ് കോണിമൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള രൂപത്തിലാണ് ഇപ്പോൾ. ഈ കോണി ഞങ്ങൾ താൽക്കാലികമായി വിച്ഛേദിപ്പിക്കപ്പെടും. തരാം. രണ്ടടി പാടെ അടിക്കുക. അപ്പോൾ താവും. യെസ്.